കഴിഞ്ഞ ദിവസമാണ് പ്രണവ് മോഹൻലാലിൻ്റെതായി പുതിയ സിനിമയുടെ റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. പ്രണവ് മോഹൻലാൽ മലയാളത്തിൽ നിന്നും ഒരു ഇടവേള എടുത്ത് തെലുങ്ക് സിനിമയിലേക്ക് എത്താൻ പോകുന്നു എന്ന വിവരങ്ങൾ എത്തുന്നത്. തെലുങ്ക് സിനിമയിലേക്ക് ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആകാൻ പ്രണവ് മോഹൻലാൽ ഒരുങ്ങുന്നു എന്നത് വലിയ വാർത്തയായിരുന്നു. ഈ അവസരം ഒരുക്കുന്നത് പ്രശസ്ത സംവിധായകൻ കൊരാട്ടാല ശിവയാണ്. ദേവര എന്ന ചിത്രം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കൊരാട്ടാല ശിവ. അതിനുശേഷം പ്രണവ് മോഹൻലാലിനെ നായകനാക്കിയുള്ള ഒരു സിനിമ ഒരുക്കാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. ചില ട്രേഡ് അനലിസ്റ്റുകളായിരുന്നു ഈ റിപ്പോർട്ടുകൾ ആദ്യം പുറത്തുവിട്ടത്. പ്രണവ് നായകനായി എത്തുന്ന പ്രോജക്ട് സജീവ ചർച്ചയിലാണ് എന്നാണ് വിവരം. മൈത്രി മൂവി മേക്കേഴ്സ് നിർമ്മിക്കുന്ന ഒരു തെലുങ്ക് ചിത്രം സംവിധാനം ചെയ്യാൻ കൊരാട്ടാല ശിവ ഒരുങ്ങുന്നു എന്ന സൂചന പുറത്തു വന്നു കഴിഞ്ഞായിരുന്നു. ഈ പ്രോജക്റ്റിനെ കുറിച്ച് കൊരാട്ടാല ശിവ മൈത്രി മൂവി മേക്കേഴ്സുമായി ചർച്ചയിലാണ് എന്ന വിവരമാണ് പുറത്തുവിട്ടത്. എന്നാൽ ഇപ്പോൾ ഈ ചിത്രം ഏകദേശം ഉറപ്പിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു. ജൂനിയർ NTRനെ നായകനാക്കി ഒരുക്കുന്ന ബിഗ് ബജറ്റ് ചിത്രം ദേവര എഴുതി സംവിധാനം ചെയ്യുന്ന കൊരാട്ടാല ശിവയാണ് അടുത്തിടെ നമ്മൾ കാണുന്നത്. ഇതിനു മുമ്പേ മോഹൻലാലിനെയും ജൂനിയർ NTRനെയും നായകരാക്കി ജനതാ ഗാരേജ് എന്ന സിനിമ ഒരുക്കിയ ആൾ കൂടിയാണ് കൊരാട്ടാല ശിവ. പ്രണവ് മോഹൻലാലിലേക്ക് പ്രോജക്റ്റ് എത്തിയത് എങ്ങനെയാണെന്നാണ് ഇപ്പോൾ എല്ലാവരും അന്വേഷിക്കുന്നത്. എന്നാൽ പ്രണവ് മോഹൻലാലുമായുള്ള കൊരാട്ടാല ശിവ ഒരുക്കാൻ പോകുന്ന തെലുങ്ക് പ്രോജക്റ്റ് ഏകദേശം കൺഫേമായി എന്നാണ് പറയപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തെലുങ്കിൽ നിന്നും ഏതാണ്ട് ഉറപ്പിക്കുന്ന രീതിയിലേക്കുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. തെലുങ്കിലെ മെയിൻ മൂവി പേജുകളാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. കൊരാട്ടാലയുടെ ദേവരയ്ക്ക് ശേഷം ഒരുങ്ങാൻ പോകുന്ന ചിത്രത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ അവർ കൊടുത്തത് ഇങ്ങനെയായിരുന്നു. ലീഡ് ആക്ടർ പ്രണവ് മോഹൻലാൽ, ഡയറക്ടർ കൊരാട്ടാല ശിവ, പ്രൊഡ്യൂസർ മൈത്രി മൂവി മേക്കേഴ്സ്. കൂടാതെ ഈ ചിത്രത്തിന് മ്യൂസിക് ഒരുക്കാൻ പോകുന്നത് ഒന്നെങ്കിൽ ദേവിശ്രീ പ്രസാദും ഇല്ലെങ്കിൽ അനിരുദ്ധുമാണെന്നാണ് ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഇവർ രണ്ടുപേർക്കുമിടയിൽ ചർച്ചകൾ നടക്കുന്നു എന്ന കാര്യം കൂടി പറയുകയാണ്. ഒരു പാൻ ഇന്ത്യൻ ബിഗ് ബജറ്റ് ചിത്രം ഒരുങ്ങാൻ പോകുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ. പ്രണവ് മോഹൻലാലിലേക്ക് എത്തണമെങ്കിൽ അങ്ങനെ ഒരു സബ്ജക്റ്റ് ആയിരിക്കും എന്നതാണ് ഇപ്പോൾ തെലുങ്ക് മാധ്യമങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നത്. മോഹൻലാലിന്റെ മകനായതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ തെലുങ്ക് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുമുണ്ട് പ്രണവ് മോഹൻലാലിനെ കുറിച്ച്. ഇങ്ങനെ ഒരു സബ്ജക്ട് എന്തായിരിക്കും എന്ന വലിയ ചർച്ചകളാണ് തെലുങ്ക് മാധ്യമങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യമായി ഒരു പുതിയ നായകൻ അവരുടെ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ ഏത് ടൈപ്പിലുള്ള സബ്ജക്റ്റ് ആയിരിക്കും ചർച്ച ചെയ്യുക എന്നതൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോഴാണ് പ്രണവ് മോഹൻലാലിന്റെ ഈ ചിത്രവും കൺഫേം ആയി എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും പ്രണവ് മോഹൻലാലിനെ കുറിച്ച് വാചാലനാകുന്ന മോഹൻലാലിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ എന്ന നടൻ. 4 പതിറ്റാണ്ടായി ഓരോ സിനിമകളിലൂടെയും പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുന്ന നടനാണ് മോഹൻലാൽ. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ 360ഓളം സിനിമകൾ ചെയ്ത മോഹൻലാൽ പകർന്നാടാത്ത വേഷങ്ങളില്ല. അഭിനയ ജീവിതം 45 വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ ബ്രോസിലൂടെ ആദ്യമായി സംവിധായക കുപ്പായും അണിഞ്ഞിരിക്കുകയാണ് താരം. ഇത് ലോകം മുഴുവൻ ഇറക്കാനുള്ള പദ്ധതിയിലാണ് മോഹൻലാൽ. അപ്പോഴാണ് ഓണത്തെക്കുറിച്ച് തന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന മോഹൻലാലിനെ കാണാൻ സാധിച്ചത്. ഓണം എന്നത് കുട്ടിക്കാലത്തെ ഓർമ്മകളിൽ മധുരമൂർന്ന ഒന്നാണെന്നും ഓണക്കോടിയും തറവാട്ടിലെ ഓണസദ്യയുമെല്ലാം ഇന്നും മനസ്സിലുണ്ടെന്നും മോഹൻലാൽ പറയുകയാണ്. എന്നാൽ മക്കളായ പ്രണവിനും വിസ്മയ്ക്കും ഓണത്തെക്കുറിച്ച് അധികം ഓർമ്മകളില്ലെന്നും അവരുടെ കുട്ടിക്കാലത്ത് ഓണം ആഘോഷിക്കാൻ പറ്റാറില്ലെന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു. രണ്ടുപേരും ഊട്ടിയിലെ ഹേബ്രോൺസ് എന്ന സ്കൂളിലാണ് പഠിച്ചതെന്നും ഓണത്തിന് ആ സ്കൂളിൽ നിന്നും ലീവ് കിട്ടാത്തതുകൊണ്ട് ഓണാഘോഷം എന്നത് അവർക്ക് പരിചയമില്ലാത്ത ഒന്നാണെന്നും മോഹൻലാൽ പറഞ്ഞു. അവർ രണ്ടുപേരും ഈ ഓണത്തിന് വിദേശത്താണെന്നും അവരെ വിളിച്ചു വരുത്തുന്നില്ലെന്നും മോഹൻലാൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അവരെന്തായാലും ഓണത്തിന് ഇല്ല എന്നുള്ളത് വ്യക്തമായ കാര്യങ്ങളാണ്. കാരണം പ്രണവ് ഇപ്പോൾ ജർമ്മനിയിലാണ്. അവിടെ തന്റെ യാത്രകളുമായി കൂടിയിരിക്കുകയാണ് പ്രണവ്. അതിനൊപ്പം തന്നെ വിസ്മയ മറ്റൊരു സ്ഥലത്തു നിന്നുള്ള വീഡിയോകളൊക്കെ തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പങ്കുവയ്ക്കുന്നുമുണ്ട്. കുട്ടിക്കാലത്തെ ഏറ്റവും മധുരമുള്ള ഓർമ്മകളിൽ ഒന്നാണ് ഓണം. തറവാട്ടിൽ അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയുമൊക്കെയായി വലിയ ആഘോഷമായിരുന്നു. തറവാട്ടിൽ ഓണസദ്യ കഴിച്ചും ഓണക്കോടി വാങ്ങിയുമൊക്കെ നല്ല രീതിയിൽ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. സമയം കിട്ടുമ്പോഴൊക്കെ പുഴയിൽ നീന്താൻ പോവുകയും ചേട്ടന്മാരൊത്തുള്ള കളികളുമൊക്കെയായി നല്ല ഓർമ്മകളാണ് അതൊക്കെ. +2 കഴിഞ്ഞതിന് ശേഷം പിന്നീട് തറവാട്ടിലേക്ക് അധികം പോയില്ല. പിന്നീട് സിനിമകളുടെ കാര്യങ്ങൾക്ക് വേണ്ടി മദ്രാസിലെത്തിയതോടെ തറവാടുമായുള്ള ബന്ധവും ഇല്ലാതായി. 2 മക്കളും ഈ ഓണത്തിന് വിദേശത്താണ്. പ്രണവ് ജർമ്മനിയിലും വിസ്മയ തായ്ലൻഡിലും. ഓണത്തിന് വേണ്ടി അവരെ വിളിച്ചു വരുത്താൻ തോന്നിയിട്ടില്ല. കാരണം അവർക്ക് ഓണത്തെപ്പറ്റി ഓർമ്മകളൊന്നുമില്ല. രണ്ടുപേരും ഊട്ടിയിലെ ഹൈബ്രോൺസ് എന്ന സ്കൂളിൽ നിന്നാണ് പഠിച്ചത്. ഓണത്തിന്റെ സമയത്ത് ലീവൊന്നും കിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഓണത്തിന്റെ ആഘോഷമൊക്കെ അവർക്ക് അന്യമാണ്. മോഹൻലാലിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു.